ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 10 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 10 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 10 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഫോണിൻ്റെ വില 6000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ നമുക്ക് HD റെസൊല്യൂഷനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധികം നമ്മൾ കാണാത്തൊരു കാര്യമാണ് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള കാര്യം. ഇനി ഉണ്ടെങ്കിൽ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് വരാറ്. അപ്പോൾ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡൈനാമിക് ബാർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് iPhone 16 സീരീസിലും 15 സീരീസിലൊക്കെ വരുന്നത് പോലെ ആയിരിക്കും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഏകദേശം 90.26% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 7000 nits ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.25 mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലുള്ള ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ട്വിലൈറ്റ് ഗോൾഡ്, സ്ലീക്ക് ബ്ലാക്ക്, ടൈറ്റാനിയം സിൽവർ, അതുപോലെ തന്നെ ഐറിസ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T7250 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 6000 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണിത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കില്ലാത്തൊരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 3GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 4GB റാമും 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 4GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമും eMMC സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ഫോണിനുള്ളൊന്നും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാറില്ല. പിന്നെ DTS ഓഡിയോയുടെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 8 MP f2.0 പേഴ്സിൽ വരുന്ന ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിലും 8 MP f2.0 പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം മലേഷ്യയിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 6000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എടുത്തു പറയേണ്ട കാര്യമാണ്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ നല്ലൊരു കാര്യമാണ്. ബാക്കി ഫീച്ചേഴ്സ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമാണ്. പിന്നെ IP64 റേറ്റിംഗും നല്ലൊരു കാര്യം തന്നെയാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 6000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 10 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.